നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സർക്കാരിന്റെ അതിഥിയായിട്ടാണെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വ്ലോഗർമാരെ ടൂറിസം പ്രചാരണത്തിനായി കൊണ്ടുവരാറുണ്ടെന്നും ചാരപ്രവൃത്തി ചെയ്യുന്ന ആളെന്ന് അറിഞ്ഞിട്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നതെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരം എന്ന വിവരാവകാശ രേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രി രംഗത്ത് വന്നത്. ബോധപൂർവം ഇത്തരം ആളുകളെ കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ എന്ന് റിയാസ് ചോദിച്ചു. നല്ല ലക്ഷ്യത്തോടെയാണ് സർക്കാർ വ്ലോഗർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നും ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് കരുതിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചാരവൃത്തിക്ക് സഹായം ചെയ്യുന്നവരാണെന്നാണോ കരുതുന്നതെന്നും മന്ത്രി ചോദിച്ചു. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നൽകുന്നതെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ മന്ത്രി കുറ്റപ്പെടുത്തി. ബോധപൂർവം ഇത്തരക്കാരെ കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ? ജനങ്ങൾക്ക് സത്യം അറിയാം. ആരുടെയെങ്കിലും പ്രതികരണം എടുത്തിട്ടാണോ വാർത്ത നൽകേണ്ടത്? സർക്കാരിനും മന്ത്രിക്കും വകുപ്പിനും റോളുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുമ്പോൾ പരിശോധിച്ചിരുന്നു. ചാരപ്രവൃത്തിയാണ്, ഗുരുതര വിഷയമാണ്, ചില്ലറ കളിയല്ല, തമാശയുമല്ല. ഇത്തരം അസംബന്ധ വാർത്തകൾ തുടങ്ങിവെച്ചവരെ പുറത്തു കൊണ്ടുവരണം. BJPക്ക് രാഷ്ട്രീയ അജണ്ട കാണും. ഇത്തരം പ്രചാരണങ്ങളോട് പുല്ലുവിലയാണ്. ജനം കൂടെയുണ്ട്. മാധ്യമങ്ങൾക്ക് തോന്നും പോലെ വാർത്ത നൽകാൻ നോ പ്രോബ്ലം എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച മന്ത്രി വസ്തുതകൾ അന്വേഷിക്കാതെ വാർത്ത നൽകരുതെന്നും ആരുടെയെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയല്ല വേണ്ടതെന്നും തുറന്നടിച്ചു. മുൻപും ചെയ്യുന്നത് പോലെയാണ് യൂട്യൂബറായ മൽഹോത്രയും വിളിച്ചത്. ബോധപൂർവം ഇത്തരം ആളുകളെ സർക്കാർ കൊണ്ടുവരുമോ? പ്രചാരണം നടത്തുന്നവർ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, അതിൽ ഭയമില്ല. ജനങ്ങൾക്ക് സത്യം അറിയാമെന്നും മന്ത്രി പറഞ്ഞു. വ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് വേതനം നൽകിയെന്നും താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയെന്നുമാണ് ആരോപണം ഉയർന്നത്. കണ്ണൂർ, കൊച്ചി, മൂന്നാർ, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ടൂറിസം പ്രൊമോഷനായി ആണ് ജ്യോതി എത്തിയത്. ഇവിടെ നിന്നെല്ലാം വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ച് ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയിരുന്നതായി വിവരം ലഭിച്ചിരുന്നു. ടൂറിസം വകുപ്പ് സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിലും ജ്യോതിയുണ്ട്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നൽകിയ വ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകളെന്നാണ് ആരോപണം. അതായത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ പാകിസ്ഥാൻ ദൗത്യം പൂർത്തിയാക്കിയെന്ന് ചില കോണുകളിൽ നിന്നും വിമർശനമുയരുന്നു. 33-കാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായി ജ്യോതി മൽഹോത്ര ബന്ധം പുലർത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു. ISIയുടെ ചാരയാണ് ജ്യോതി എന്നാണ് സൂചന. കേരളത്തിൽ ജ്യോതി ഉൾപ്പെടെ എത്തിച്ചത് 41 പേരെയാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിനെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളാണ് സന്ദർശിച്ചിരിക്കുന്നത്. സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല.